എന്തായിരുന്നു? റെസിഡ്യൂ അല്ലേ. അപ്പം നമുക്കിന്ന് റെസിഡ്യൂവിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. നമ്മൾ രണ്ട് മൂന്ന് ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിമൂവൽ സിംഗുലാരിറ്റി ആകുന്ന കേസിൽ റെസിഡ്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. പിന്നെയോ പോൾ ഓഫ് ഓർഡർ 1 എന്താന്ന് പറഞ്ഞു, പോൾ ഓഫ് ഓർഡർ 2 എന്താണ്, പോൾ ഓഫ് ഓർഡർ എം എന്താണെന്ന് പറഞ്ഞു. അതായത് 1നേക്കാളും വലുതായിട്ടുള്ള ഏതെങ്കിലും ഓർഡർ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെയോ എസെൻഷ്യൽ സിംഗുലാരിറ്റിൻ്റെ കേസിൽ നമുക്ക് വേറൊരു ഇക്വേഷനും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഏതാ ചൂസ് ചെയ്യുന്നത്, നമ്മളെ ലോറൻസ് സീരീസിൻ്റെ ഇക്വേഷൻ ആ ഒരു എക്സ്പാൻഷൻ എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ആ ഒരു B1 എന്ന് പറയുന്നത്, അതായത് Z-Z0 എന്ന് പറയുന്നത് 1/Z-Z0 എന്ന് പറയുന്നതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് നമ്മൾ അവിടെ റെസിഡ്യൂ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാമല്ലോ, ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എല്ലാവരും കയ്യിൽ പെന്നും നോട്ടൊക്കെ എടുത്ത് വെക്കേ. ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതിനുശേഷം മാത്രമേ ഞാൻ ആൻസർ പറഞ്ഞു തരത്തുള്ളൂ. ആദ്യത്തെ ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം, അതിനുശേഷം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാം. നോക്കിയാട്ടെ, നമ്മൾ ആദ്യം ഒരു സിമ്പിൾ പോളിന്റെ അകത്തെ റെസിഡ്യൂ ആണ് കാണാൻ പോകുന്നത്. അപ്പൊ ജസ്റ്റ് ഞാൻ ഒരു സൈഡ് ഹെഡിങ് പോലെ കൊടുത്തു, റെസിഡ്യൂ അറ്റ് സിമ്പിൾ പോൾ. നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയാ തന്നത്, ഫൈൻഡ് ദ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 9z പ്ലസ് ഐ ഡിവൈഡഡ് ബൈ സെഡ് ഇൻറ്റു സെഡ് സ്ക്വയർ പ്ലസ് 1 അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു ഐ. ഇതിപ്പോ ഞാൻ റെസിഡ്യൂ അറ്റ് സിമ്പിൾ പോൾ എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ്ങിന് താഴെ എഴുതിയതുകൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി എന്താ അറിയാം, ഈ സെഡ് ഇസ് ഈക്വൽ ടു ഐ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പോൾ ആണെന്നറിയാം. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് റെസിഡ്യൂ മാത്രമേ കാണേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഇങ്ങനെ ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്തൊക്കെ കണ്ടുപിടിക്കണം, ആ ഒരു തന്ന ഇക്വേഷൻ, അതായത് തന്ന ഇക്വേഷനിൽ സെറ്റ് ഇസ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞ സിംഗുലാരിറ്റിനെ കുറിച്ചാണ് നമുക്ക് ചിന്തിക്കേണ്ടു. ബാക്കി ഇവിടെ ശരിക്കും പറഞ്ഞാൽ എത്ര സിംഗുലാരിറ്റി വരും ഈ ഒരു എഫ് ഓ സെഡിന്റെ കേസിൽ? നോക്കിയാട്ടെ, ഈ ഒരു ഡിനോമിനേറ്റർ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര സിംഗുലാരിറ്റീസാണ് വരുന്നത്? z ഇൻറ്റു സെഡ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. ദാറ്റ് മീൻ z ഇസ് ഈക്വൽ ടു 0 വരും. പിന്നെയോ z ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ വരും. അപ്പം 3 ടൈപ്പ് സിംഗുലാരിറ്റി ശരിക്കും അവിടെ ഉണ്ട്. പക്ഷെ നമ്മളെ ക്വസ്റ്റ്യനിൽ അറ്റ് z ഇസ് ഈക്വൽ ടു ഐൻ്റെ റെസിഡ്യൂ മാത്രമാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം എന്തെല്ലാം മനസ്സിലാക്കണം, ആ ഒരു z ഇസ് ഈക്വൽ ടു ഐ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് റെസിഡ്യൂ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പറഞ്ഞത് ക്ലിയർ ആയിട്ടില്ലേ? നമ്മുടെ ഒറിജിനൽ ആ ഒരു എഫോസിറ്റിന് 3 ടൈപ്പ് സിംഗുലാർ പോയിന്റ്സുകൾ ഉണ്ട്. പക്ഷേ നമുക്ക് തന്നത് അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു ഐയിലെ റെസിഡ്യൂ എന്താന്ന് കണ്ടുപിടിക്കാൻ മാത്രമാണ്. അപ്പൊ നമ്മൾ എന്തേ ചെയ്യേണ്ടു, ആ ഒരു സെഡ് ഇസ് ഈക്വൽ ടു ഐ എന്ന് പറയുന്ന സിംഗുലാർ പോയിന്റിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ആ ഒരു സെഡ് ഇസ് ഈക്വൽ ടു ഐ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആണെന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അതിനുശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റെസിഡ്യൂവിന്റെ ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്ലിയർ അല്ലേ? ഡെഫിനിഷൻ ഞാനിപ്പോ പറഞ്ഞത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞത് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. എന്താ പറയുന്നത്, ആദ്യം ഞാനിവിടെ z ഇസ് ഈക്വൽ ടു ഐ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് സിംഗുലാർ പോയിന്റ് ആണെന്നുള്ള കാര്യമാണ് ചെക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു ലിമിറ്റിന്റെ 3 കേസസ്, അതായത് ലിമിറ്റിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മുടെ റിമൂവബിൾ, എസെൻഷ്യൽ, പോൾ എന്ന് പറയുന്ന ആ 3 ടൈപ്പ് കാര്യങ്ങളും കണ്ടുപിടിക്കേണ്ട ആ ഒരു ഇക്വേഷൻ ആ ഒരു ഫോർമുല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു നമ്മുടെ ആ ഒരു ലിമിറ്റ് സെറ്റ് ടെൻസ് ടു സെറ്റ് നോട്ട് എഫ് ഓ സെഡ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെങ്കിൽ അത് റിമൂവബിൾ ആയിരിക്കും, ഇൻഫൈനൈറ്റ് ആണെങ്കിൽ അത് പോൾ ആയിരിക്കും, ആൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതെന്തായിരിക്കും, അതൊരു എസെൻഷ്യൽ സിംഗുലാരിറ്റി ആയിരിക്കും. അപ്പം ഈ ഒരു കേസ് വെച്ചിട്ടാണ് ഞാനിവിടെ പ്രൊസീഡ് ചെയ്യുന്നത്. അത് ഞാൻ എന്ത് ചെയ്തു, ലിമിറ്റ് സെറ്റ് ടെൻസ് ടു സെറ്റ് നോട്ട് എഫ് ഓ സെഡ് എന്താണെന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. ഇവിടുത്തെ സെഡ് നോട്ട് എന്ന് പറയുന്നത് ഐ ആയതുകൊണ്ട് ലിമിറ്റ് സെഡ് ടെൻസ് ടു ഐ, നമ്മുടെ എഫ് ഓഫ് സെഡ് എന്താ 9z പ്ലസ് ഐ ഡിവൈഡഡ് ബൈ സെഡ് ഇൻറ്റു സെഡ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് ഞാൻ ഇവിടെ അങ്ങനെ എഴുതി കൊടുത്തു. ഇനി എന്താ ചെയ്യുന്നത്, ആ സെഡിന് എവിടെയൊക്കെയാണോ സെഡ് കാണുന്നത് ആ സെഡിന് കംപ്ലീറ്റ് ഞാൻ എന്ത് കൊടുത്തു, നമ്മുടെ ഈ ഒരു ഐ എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. അപ്പം ഇവിടെ എന്തുണ്ട്, ഇതാ ഇവിടെ ഒരു സെഡ് ഉണ്ട്, ഇവിടെ ഒരു സെഡ് ഉണ്ട്, ഇവിടെ ഒരു സെഡ് ഉണ്ട്. അപ്പം അവിടെ ഇങ്ങനെ 3 സ്ഥലത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതാ 9i പ്ലസ് ഐ ഡിവൈഡഡ് ബൈ, ഇവിടെ സെഡിന് ഞാൻ വാല്യൂ കൊടുക്കേണ്ടതാണ്, കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും അതെന്തായി പോകും, ഡിനോമിനേറ്റർ 0 ആയി പോകും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല,
പകരം എന്ത് ചെയ്തു, ഇവിടെ ഒരു ഉള്ളിലത്തെ ഐ സ്ക്വയർ ചെയ്ത് കൊടുത്തു. ശരിക്കും ഇവിടെ ചെയ്യണം കേട്ടോ, ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. അപ്പം ഐ സ്ക്വയർ പ്ലസ് 1, ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, -1. അപ്പം -1 + 1 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ നമ്മുടെ ഡിനോമിനേറ്ററിൽ വന്നു. -1 + 1 എന്ന് പറഞ്ഞാൽ എന്താ, അത് 0 ആണ്. അതായത് ഏതൊരു നോൺ സീറോ ഡിവൈഡഡ് ബൈ നമുക്കൊരു 0 കിട്ടി. ദാറ്റ് മീൻസ് എന്താണത്, ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, ലിമിറ്റ് z ടെൻസ് ടു z0 f(z) എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു പോൾ ആയിരിക്കും അല്ലെ, അതൊരു പോൾ ആയിരിക്കും. ഇനി ആ പോളിന്റെ ഓർഡർ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ പോരെ, എന്തേ വരുന്നില്ലോ അത്, ആ ഒരു z=y എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ ഒരു തവണ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു സിമ്പിൾ പോൾ ആവാനേ സാധ്യതയുള്ളൂ. വേറെ എന്തായാലും പോൾ ഓഫ് ഓർഡർ എമ്മോ എന്നോ ഒന്നും ആവത്തില്ല. കാരണം z+i+z−i എന്ന് പറഞ്ഞ ആ ഒരു ഫോമിലാണ് നമ്മൾ ഡിനോമിനേറ്ററിനെ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. അപ്പം ഐ വരുന്ന ആ ഒരു ടേമിന് പവർ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒന്ന് മാത്രമാണ് വരുന്നത്. ദാറ്റ് മീൻസ് അതൊരു സിമ്പിൾ പോളാണ്. z=y എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പോളാണ്. ക്ലിയർ ആയോ, നമ്മളെ സിമ്പിൾ പോളാണോ ഏതാണ് നമ്മുടെ ആ ഒരു സിംഗുലാരിറ്റി കണ്ടുപിടിക്കേണ്ട കാര്യം ക്ലിയർ ആയിനോ? ഇവിടെ z=i എന്ന് പറയുന്നത് സിമ്പിൾ പോളാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോളാണെന്ന്, റിമൂവബിൾ അല്ല, എസെൻഷ്യലും അല്ല, പോളാണെന്ന് കാര്യം ക്ലിയർ ആയിട്ടില്ല എല്ലാവർക്കും? ഓക്കെ. അപ്പൊ നമുക്കിപ്പം എന്ത് കിട്ടി, നമ്മുടെ ആ ഒരു z=i എന്ന് പറയുന്നത് സിമ്പിൾ പോളാന്നുള്ള കാര്യം കിട്ടി. അപ്പൊ സിമ്പിൾ പോൾ ആണെങ്കിൽ അതിന്റെ റെസിഡ്യൂ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്തായിരുന്നു, ഞാൻ ഇന്നലെ പറഞ്ഞത് എന്തായിരുന്നു ഇക്വേഷൻ, ലിമിറ്റ് z ടെൻസ് ടു z0 എന്തായിരുന്നു, residue at z=z0 f(z) is equal to residue at z=i z-z0 into f(z) അല്ലേ, ആയിരുന്നില്ലേ? residue at z=z0 f(z) is equal to residue at z=z0 z-z0 into f(z0) അല്ലേ? ഓർമ്മയില്ലേടോ, ഒന്ന് പേജ് മറിച്ച് നോക്കിയാട്ടെ. ഓക്കെ. അപ്പൊ ഇനി എന്ത് ചെയ്യാ, നമ്മൾ അങ്ങനെ ആ ഒരു ഇക്വേഷൻ എടുത്ത് എഴുതുക. അതിനുശേഷം നമ്മൾ ആ ഒരു വാല്യൂസ് കംപ്ലീറ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നോക്കിയാട്ടെ, റെസിഡ്യൂ അറ്റ് z=i f(z) റെസിഡ്യൂ അറ്റ് z=i f(z), ഇവിടുത്തെ f(z) എന്ന് പറയുന്നത് 9z+i ഡിവൈഡഡ് ബൈ z ഇൻറ്റു z² + 1 ആണ്. അത് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇൻറ്റു z-z0, ഇവിടുത്തെ z0 പറയുന്നത് i ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, z-z0 പകരം i എന്ന് കൊടുത്തു. അപ്പൊ നിങ്ങൾ ഈ ഒരു ഡിനോമിനേറ്റർ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്, z ഇൻറ്റു z+i ഇൻറ്റു z-i എന്ന് പറയുന്ന ആ ഒരു എക്സ്പാൻഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ മുകളിലും അതാ ഒരു z-i, താഴെയും അതാ ഒരു z-i, രണ്ടും എന്ത് ചെയ്യും, നമ്മളത് ക്യാൻസൽ ചെയ്ത് അങ്ങ് പോകും. z-iയും z-iയും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എന്തേ വരും, റെസിഡ്യൂ അറ്റ് z=i, മുകളിലെ 9z+iയും താഴെ ഒരു z ഇൻറ്റു z+iയും. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്തേ വേണ്ടു, നമ്മളെ എവിടെയാണോ z കാണുന്നത് അവിടെ നമ്മുടെ ആ ഒരു വാല്യൂ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ z=i ആണ് ഞാൻ കൊടുക്കേണ്ടത്. ഇതാ ഇവിടെ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, ഇവിടെ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, ഇവിടെയും ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പം മുകളിൽ 9i+i വന്നു, താഴെ i ഇൻറ്റു i+i വന്നു. ദാറ്റ് മീൻസ് 10i divided by 2i into i, that is 10i divided by -2. അതായത് ഇവിടെ മുകളിൽ 10 ഉണ്ട്, താഴെ ഒരു 2 ഉണ്ട്, അത് രണ്ടിനെയും ക്യാൻസൽ ചെയ്യുമ്പോൾ -5i എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് അറ്റ് z=i നമ്മുടെ ഈ ഒരു ഫംഗ്ഷന്റെ റെസിഡ്യൂ എന്ന് പറയുന്നത് -5i ആയിരിക്കും. പ്രോബ്ലം ചെയ്തത് ക്ലിയർ ആയിനോ എല്ലാവർക്കും? പ്രോബ്ലം ചെയ്തത് ക്ലിയർ ആയിനോ? എന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ എങ്ങനെയാ ചെയ്തതിന്റെ കാര്യം. എന്നിട്ട് നമുക്ക് അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടതാണ്, ഒന്ന് ചെയ്ത് നോക്ക്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, ഇത് അവിടെ തൊട്ട് ഇത്രയും വരെ ഒന്ന് വായിച്ചു നോക്ക്. എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ പറയും. കുഴപ്പമൊന്നുമില്ലല്ലോ ഈ ഒരു പ്രോബ്ലം ചെയ്തതിൽ?
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം, അടുത്ത ആ ഒരു പോൾ ഓഫ് ഓർഡർ എം എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചാട്ടെ നോട്ടില്. പോൾ ഓഫ് ഓർഡർ എം എന്തായിരുന്നു? റെസിഡ്യൂ അറ്റ് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് നോട്ട് എഫ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് സെറ്റ് ടെൻഡ്സ് ടു സെറ്റ് നോട്ട് 1/m-1 ഫാക്ടോറിയൽ ഇൻറ്റു d raised to m-1 divided by d z raised to m-1 into z minus z naught whole raised to n into f of z. ആ ഒരു കാര്യം നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ചാട്ടെ. അതിനുശേഷം നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. നമുക്ക് അടുത്തത് കാണേണ്ടത് പോൾ ഓഫ് എനി ഓർഡർ. നമുക്ക് ഏതെങ്കിലും പോൾ ഓഫ് ഓർഡർ വേറെ ഏതെങ്കിലും വണ്ണല്ലാണ്ട് വേറെ ഏതെങ്കിലും ആണ് നമ്മുടെ പോളിന്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് റെസിഡ്യൂ കണ്ടുപിടിക്കാന്നുള്ള കാര്യമാണ് അടുത്തതായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. എല്ലാവരും എഴുതിയെടുത്തില്ലേ? ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാട്ടെ. ഫൈൻഡ് ദി റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെറ്റ് 15z divided by z cube plus 2z raised z square minus 7z plus 4. അപ്പം ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാൻ, നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്തു നോക്കിയതിന് ശേഷം മാത്രമേ ഞാൻ എങ്ങനെയാ ചെയ്യേണ്ടതിന്റെ കാര്യം പറഞ്ഞു തരും. അപ്പം നിങ്ങൾ ആദ്യം ഒന്ന് നോക്കുക. നമ്മളെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 15z ഡിവൈഡഡ് ബൈ z ക്യൂബ് പ്ലസ് 2z സ്ക്വയർ മൈനസ് 7z പ്ലസ് 4 ആണ്. നമുക്ക് അറ്റ് z ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലാണ് റെസിഡ്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യാ നിങ്ങള്? ആ ഒരു z ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതിലെ റെസിഡ്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു ഡിനോമിനേറ്ററിന്റെ ഫാക്ടറൈസേഷൻ്റെ അകത്ത് z ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ആ ഒരു ടേം എന്തായാലും വരും. അതായത് z മൈനസ് 1 ഇൻറ്റു സം എഫ് ഓഫ് എക്സ് ചെയ്ത് കഴിഞ്ഞാലാണ്, അല്ലെങ്കിൽ എഫ് ഓഫ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ കിട്ടുക. അപ്പൊ ആദ്യം ഇതിന്റെ ലീനിയർ ഫാക്ടറൈസേഷൻ എന്താന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം അപ്പൊ നമുക്ക് അവിടുന്ന് z മൈനസ് 1 ഹോൾ റേസ് ടു സംതിങ് വരും. ആ ഒരു സംതിങ് യൂസ് ചെയ്തിട്ട് ഇപ്പം എന്തായാലും 1 ആയിരിക്കില്ല, കാരണം ഞാൻ ഇവിടെ പോൾ ഓഫ് എനി ഓർഡർ എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ്ങിന്റെ താഴെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. അപ്പം ഒന്നാവാൻ ചാൻസ് ഇല്ല ഈ ഒരു z ഇസ് ഈക്വൽ ടു 1ന്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പം ഏതാണോ ഓർഡർ എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ നോക്കുക. അതിനുശേഷം നമ്മളെ ആ ഒരു ഇക്വേഷൻ്റെ അകത്തേക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, റീഅറേഞ്ച് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യം നിങ്ങൾ ഈ ഒരു ഫംഗ്ഷനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാട്ടെ. ഈ ഒരു z ക്യൂബ് പ്ലസ് 2z സ്ക്വയർ മൈനസ് 7z പ്ലസ് 4നെ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നോക്കിയാട്ടെ എത്ര ആൻസർ കിട്ടുന്നതിന്. എങ്ങനെയാണ് ആ ഒരു സ്പ്ലിറ്റ്നെസ് വരുന്നതിന്റെ കാര്യം ഞാൻ ഈ ഇവിടെ പ്രസന്റ് ചെയ്യുന്ന അത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് നോക്കേ. ആ ഒരു z ക്യൂബ് പ്ലസ് 2z സ്ക്വയർ മൈനസ് 7z പ്ലസ് 4നെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം, ഞാനിപ്പോൾ സെലക്ട് ചെയ്ത ഭാഗത്തെ ആ ഒരു ടേംസ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് പറയും. കിട്ടുന്നുണ്ടോ? സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ കിട്ടുന്നുണ്ടോ? സഹലക്ക് കിട്ടിയില്ലേ? ഓക്കെ, അപ്പം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊന്ന് പ്രൊസീഡ് ചെയ്ത് നോക്കിയാട്ടെ. നമ്മുടെ ആ ഒരു z മൈനസ് 1ന്റെ പവർ ആയിട്ട് എന്താ വരുന്നത്? 2 ആ വരുന്നത് അല്ലേ? അപ്പം എന്തായിരിക്കും ആ ഒരു z ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്? പോൾ ഓഫ് ഓർഡർ 2 ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ m ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി എന്തേ ചെയ്യേണ്ടത്? നമ്മള് നമ്മുടെ ആ ഒരു ഇക്വേഷൻ്റെ അകത്തേക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ലിമിറ്റ് z ടെൻസ് ടു 1, പിന്നെയോ 1/2 മൈനസ് 1 ഫാക്ടോറിയൽ d റേസ് ടു 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ d z റേസ് ടു 2 മൈനസ് 1 z മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് സെറ്റ്. അത് അങ്ങനെ എഴുതിയതിന് ശേഷം കോമൺ ആയിട്ട് ഏതെങ്കിലും ടേംസ് വരുന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് നോക്കുക. ബാക്കി എന്നിട്ട് ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. ഒന്ന് ചെയ്ത് നോക്കേ. സഹലക്ക് മാത്രമാണോ കിട്ടിയത്? ബാക്കി ആർക്കും കിട്ടിയിട്ടില്ലേ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്തപ്പം?
ഫാക്ടറൈസ് ചെയ്തപ്പം നിങ്ങൾക്ക് z+4 × z−1² കിട്ടിയിട്ടില്ലേ? ഓക്കെ. അപ്പം കിട്ടിയ കുട്ടികൾ എന്ത് ചെയ്യാ, ബാക്കി ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ബാക്കി ഒന്ന് പ്രൊസീഡ് ചെയ്ത് നോക്കുക. കിട്ടാത്ത കുട്ടികള് അതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എളുപ്പത്തിലൊന്ന് കണ്ടുപിടിക്കാൻ ഈ ഒരു ഇക്വേഷന്റെ ഫാക്ടറൈസേഷൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഓൾറെഡി എന്തായാലും z=1 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലെ റെസിഡ്യൂ ആണ് നമ്മളോട് കാണാൻ പറ്റുള്ളത്. അപ്പൊ എന്ത് മനസ്സിലാക്കണം, 1 പറയുന്നത് എന്തായാലും ഈ ഒരു ഇക്വേഷന്റെ റൂട്ട് ആയിരിക്കും. അപ്പം z−1 കൊണ്ട് ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതൊരു ക്വാഡ്രാറ്റിക് ഫോമിലേക്ക് മാറും. ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറഞ്ഞാൽ എന്താ, ax² + bx + c, അതായത് പവർ 2 ആവുന്ന ടൈപ്പിലെ ആ ഒരു ഫോമിലേക്ക് മാറും. പിന്നെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം, -b ± √b² - 4ac/2a എന്ന് പറഞ്ഞ ആ ഒരു ഇക്വേഷൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള 2 റൂട്ട്സ് കൂടി കിട്ടും. അപ്പൊ അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തേ ചെയ്യേണ്ടു, നമുക്ക് ആ ലീനിയർ ഫാക്ടേഴ്സ് ആക്കിയിട്ട് z−1 × z−a × z−b × എക്സെട്ര എന്ന് മാറ്റി അങ്ങനെ മാറ്റി എഴുതേ വിട്ടു. അങ്ങനെ തന്നെയാണോ നിങ്ങൾ ചെയ്ത് നോക്കിയത്? ഇതിന്റെ ഫാക്ടറൈസേഷൻ കിട്ടിയ കുട്ടികൾ ഇങ്ങനെ തന്നെയാണോ ചെയ്ത് നോക്കിയത്? ഓക്കെ, അതെ അല്ലേ, ആ ഓക്കെ. ബാക്കിയൊന്ന് പ്രൊസീഡ് ചെയ്ത് നോക്കിയട്ടെ ഞാന്. ഒന്നും കിട്ടാത്ത കുട്ടികളെ ശ്രദ്ധിക്കുക. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്, f(z) = 15z / z³ + 2z² - 7z + 4 അതാ തന്നിട്ടുള്ളത്. z=1 പറഞ്ഞ ആ ഒരു പോയിന്റിലെ റെസിഡ്യൂ ആണ് നമ്മളോട് കാണാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മളെ f(z) അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് താഴത്തേക്ക് മാറ്റി എഴുതി കൊടുക്കുക. അതിനുശേഷം നമ്മളെ ആ ഒരു ഡിനോമിനേറ്ററിനെ നമ്മൾ ജസ്റ്റ് ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്യുമ്പം ഇവിടെ നിങ്ങൾക്ക് z+4 × z−1² എന്നാണ് കിട്ടിയത്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് z=1 പറഞ്ഞ ആ ഒരു പോയിന്റിലെ റെസിഡ്യൂ കാണാനാണ്. അപ്പം ആ ഒരു പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇവിടെ 2 ആയിട്ടാണ് വരുന്നത്. അപ്പം പോൾ ഓഫ് ഓർഡർ 2 ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പം എന്തേ കിട്ടുക, 1/2 - 1 factorial × d⁻² - 1 / dz⁻²- 1 z−1² × f(z). അപ്പൊ അതൊന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലും താഴെയും നിങ്ങൾക്ക് ഒരു z−1 ക്യാൻസൽ ചെയ്ത് പോകാനുണ്ടാവും. എന്നിട്ട് ബാക്കി എത്രാമത്തെ ഡെറിവേറ്റീവ് ആണോ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കണ്ടിട്ട് അതിന്റെ ആൻസർ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ചെയ്യുന്ന കുട്ടികൾ ചെയ്തോളെ, ഞാൻ കിട്ടാത്ത കുട്ടിക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു പോൾ ഓഫ് ഓർഡർ 2 കിട്ടിയതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ മാത്രം നോക്കിയിട്ട് എങ്ങനെയാ പോൾ ഓഫ് ഓർഡർ 2 ആണെന്ന് പറയാനുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് നോക്കുക, ഇതാ ഞാനിവിടെ പറഞ്ഞ ആ ഒരു കാര്യം നോക്കുക. ഈ ഒരു z−1ന്റെ പവർ മാത്രം നോക്കിയിട്ട് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യാന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതാ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കുക. എത്രയാ അപ്പം ഓർഡർ എന്നുള്ള കാര്യം, പോൾ ഓഫ് ഓർഡർ എത്രയാന്നുള്ള കാര്യം കിട്ടും. എന്തേ ചെയ്യേണ്ടു, നമ്മള് ഈ ഒരു ഫംഗ്ഷനാ ജസ്റ്റ് g(z) ആയിട്ട് എടുക്കുക, ഈ ഒരു ഫംഗ്ഷനെ മാത്രം. അപ്പം ആ ഒരു ഫംഗ്ഷന്റെ ശരിക്കും പറഞ്ഞാൽ എന്താണ്, 0 ആണ് നമ്മുടെ 1 എന്ന് പറയുന്നത്. ഈ ഒരു ടോട്ടൽ ഫംഗ്ഷന്റെ സിംഗുലാരിറ്റി ആണ് നമ്മുടെ 1 എങ്കിൽ ഈ ഒരു ഡിനോമിനേറ്ററിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതൊരു 0 ആണ് അല്ലേ? ആ പറഞ്ഞ കാര്യത്തിൽ ആർക്കും കൺഫ്യൂഷൻ ഉണ്ടോ? നമ്മുടെ 0 എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്ക് ഏത് പോയിന്റ് ആണോ നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ 0ലേക്ക് മാപ്പ് ചെയ്യുന്ന ആ ഒരു സെറ്റുകളെ കളക്ഷനാണ് നമ്മൾ സീറോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ആ ഒരു ഈ ഡിനോമിനേറ്റർ 0 ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ ആ ഒരു പോയിന്റ്സുകൾ സിംഗുലാരിറ്റി ആവുന്നത്. അതായത് ഒരു ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ സം ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് സിംഗുലാരിറ്റി ആവുള്ളൂ. അതേസമയം ജസ്റ്റ് ഈ ഒരു ഫംഗ്ഷൻ മാത്രം, അതായത് ഡിനോമിനേറ്റർ മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു 1 പറഞ്ഞത് ശരിക്കും എന്താണ്, 0 ആണ്. അപ്പൊ ആ 0ന്റെ ഓർഡർ എത്രയാന്ന് കണ്ടുപിടിക്കുന്നതിന് ഈക്വൽ ആയിരിക്കും ഈ ടോട്ടൽ ഫംഗ്ഷന്റെ പോൾ ഓഫ് ഓർഡർ എത്രയാന്ന് പറയുന്നത്. പറഞ്ഞത് മനസ്സിലായോ? ഇനി പറഞ്ഞ കാര്യം ക്ലിയർ ആയതിനും എല്ലായിരിക്കും.
കൺഫ്യൂഷൻസ് അടിക്കുന്നുണ്ട്? ഒന്ന് പറഞ്ഞാട്ടെ, നിങ്ങൾ കമന്റ് ചെയ്തിട്ടെ ക്ലിയർ ആയിനോ അല്ലയോ എന്നുള്ള കാര്യം. ഈ ഒരു ടോട്ടൽ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ z is equal to 1 എന്ന് പറയുന്നത്, അല്ലെ z is equal to 4 എന്നൊക്കെ പറയുന്നത് എന്താണ്? സിംഗുലാർ പോയിന്റുകളാണ്. അതേസമയം നമ്മൾ ജസ്റ്റ് ഈ ഡിനോമിനേറ്റർ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? ആ z is equal to 4ഉം z is equal to 1ഉം ഒക്കെ വരുന്നത് അതിന്റെ സീറോസ് ആയിട്ടാണ്. അപ്പം ഈ ഒരു ഫംഗ്ഷന്റെ സീറോസിന്റെ ഓർഡർ എത്രയാന്ന് കണ്ടുപിടിക്കുന്നതിന് ഈക്വൽ ആയിരിക്കും ഈ ഒരു ഫംഗ്ഷന്റെ ആ ഒരു സിംഗുലാരിറ്റിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ക്ലിയർ ആയിനോ? ഒന്ന് കമന്റ് ചെയ്യടോ നിങ്ങള്. പറഞ്ഞത് ക്ലിയർ ആയിട്ടല്ലേ നിങ്ങളാന്ന് പറയുന്നത്? അത് മാറിപ്പോകാൻ പാടില്ല. നമ്മള് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്ന് വരുമ്പം ഡിനോമിനേറ്ററിനെ നമ്മൾ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന പോയിന്റ്സുകളെയാണ് സിംഗുലാർ പോയിന്റ്സുകൾ എന്ന് പറയുന്നത്. അതേസമയം ആ ഒരു ഡിനോമിനേറ്ററിനെ മാത്രം സംബന്ധിച്ചിടത്തോളം അതെന്താണ്? ആ പോയിന്റ്സുകൾ എന്ന് പറയുന്നത് ആ ഒരു ഫംഗ്ഷന്റെ സീറോസ് ആണ്. അപ്പൊ ആ ഒരു ഫംഗ്ഷന്റെ സീറോന്റെ ഓർഡർ എത്രയാന്ന് കണ്ടുപിടിക്കുന്നതിന് ഈക്വൽ ആയിരിക്കും നമ്മുടെ ഈ ഒരു ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷന്റെ സിംഗുലാർ പോയിന്റ്സിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പോൾ ഓഫ് ഓർഡർ 2 എന്ന് പറയുന്നത് എങ്ങനെയാ വന്നതിലെ കാര്യം ഞാൻ പറയുന്നത്. ഞാൻ ആദ്യം ഈ ജി ഓഫ് സെറ്റിനെ ജസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു. അതിനുശേഷം എത്രാമത്തെ ഡെറിവേറ്റീവിലാണ് നോൺ സീറോ കിട്ടുന്നത് അറ്റ് ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് എന്നുള്ള കാര്യം നോക്കുക. അപ്പൊ അതായിരിക്കും നമ്മളെ ആ ഒരു സീറോന്റെ ഓർഡർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും നമ്മള് ഈ ഒരു ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പോളിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയാ ജി ഡാഷ് കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് ഇത്രയും വലിയൊരു ടേംസ് കിട്ടും. അതിൻ്റെ അകത്ത് ഞാൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു z-1 വരുന്നുണ്ട്, ഇവിടെ ഒരു z-1 വരുന്നുണ്ട്. അപ്പൊ 1 - 1 ഇവിടെയും ഈ ഒരു ടോട്ടൽ ടേമിലും സീറോയിലേക്ക് മാപ്പ് ചെയ്യും, ഈ ഒരു ടോട്ടൽ ടേമിനെയും സീറോയിലേക്ക് മാപ്പ് ചെയ്യും. അതായത് ജി ഡാഷ് ഓഫ് 1 പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യും? ഡെറിവേറ്റീവ് എടുക്കും. അപ്പം ജി ഡബിൾ ഡാഷ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് എനിക്കിതാ ഇത്രയും വലിയൊരു ടേം കിട്ടും. പക്ഷെ ഇവിടെ മാത്രമാണ് ഒരു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 0 ആയി പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഇവിടെ ഇത്രയും പോർഷൻ എന്താവും? നോൺ സീറോ ആയിട്ട് നിൽക്കും. ദാറ്റ് മീൻസ് ജി ഡബിൾ ഡാഷ് ഓഫ് 1 എന്ന് പറയുന്നത് നോൺ സീറോ ആയിട്ട് എനിക്ക് കിട്ടും. അതിന്റെ അർത്ഥം എന്താ? ഞാൻ രണ്ടാമത്തെ ഡെറിവേറ്റീവ് എടുത്തിട്ട് നമ്മുടെ 1 പറഞ്ഞ ആ ഒരു പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോഴാണ് എനിക്ക് നോൺ സീറോ കിട്ടിയത്. ദാറ്റ് മീൻസ് z is equal to 1 എന്ന് പറയുന്നതാണ് ഈ ഒരു ജിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എഫ് ഓഫ് സെറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും? ആ ഒരു 2 എന്ന് പറയുന്നത് ഈ ഒരു പോളിന്റെ ഓർഡർ ആയിരിക്കും. ക്ലിയർ ആയിനോ ആ ഒരു കാര്യം പറഞ്ഞത്? ക്ലിയർ ആയവരെല്ലാരും ഒന്ന് കമന്റ് ചെയ്യണേ. അവിടെ കൺഫ്യൂഷൻ അടിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റൂ ഏതാണ് ഇതിന്റെ സീറോ, എത്രയാണ് അതിന്റെ ഓർഡറിന്. അഥവാ അങ്ങനെ ചെയ്തിട്ട് കിട്ടാത്ത കുട്ടികളാണ്, ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ഇത്ര മാത്രം ചെയ്താൽ മതി. നമ്മൾ ഡിനോമിനേറ്ററിനെ മാത്രമായിട്ട് ഒരു ഫംഗ്ഷനായിട്ട് ചൂസ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഓർഡർ നമുക്ക് തന്ന ആ ഒരു പോയിന്റിൽ അതിന്റെ ഓർഡർ എന്താണെന്നുള്ള കാര്യം ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു സീറോന്റെ ഓർഡർ എത്രയാന്ന് കിട്ടും. അത് തന്നെയായിരിക്കും നമ്മുടെ ആ ഒരു ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്ന് പറയുന്ന ഫോമിലുള്ള ഫംഗ്ഷന്റെ പോളിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഒന്ന് പറയടോ. ആയിഷക്ക് മാത്രമാണോ മനസ്സിലായത്? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം ഈ ഒരു z is equal to 1 എന്ന് പറയുന്നത് പോൾ ഓഫ് ഓർഡർ 1 ആണെന്നുള്ള കാര്യം, 2 ആണെന്നുള്ള കാര്യം കിട്ടി. ഇനി എന്തേ നമ്മൾ ചെയ്യണ്ടു? നമ്മുടെ ഈ ഒരു ഇക്വേഷൻ്റെ അകത്തേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? എത്രയെങ്കിലും ആ ഒരു റെസിഡ്യൂ എന്ന് പറയുന്നത് എത്രയാ കിട്ടിയത്? കുറെ നേരമായില്ലേ ചെയ്യൽ തുടങ്ങിയിട്ട്? എത്രയാ കിട്ടിയത് ആൻസർ? കൺഫ്യൂഷൻ ഉണ്ടോ? ഫുൾ ആയിട്ട് കിട്ടുന്നില്ലേ? സ്റ്റെക്കായി പോകുന്നുണ്ടോ എവിടെയെങ്കിലും? 12 ആണോ? നോക്കട്ടെ. അല്ല, എവിടെയെങ്കിലും തെറ്റ് പറ്റിയെന്നൊന്ന് നോക്കണേ. 8 കിട്ടുന്നത്. ആർക്കെങ്കിലും 8 കിട്ടിയിട്ടുണ്ടോ? ചെയ്ത കുട്ടികൾക്ക് ആർക്കെങ്കിലും 8 കിട്ടിയിട്ടുണ്ടോ?
കിട്ടുന്നില്ലേ? സഹലക്കും 12 കിട്ടിയത്? എത്രയാ കിട്ടിയത്? ചെയ്തിട്ട് സ്റ്റക്കായി പോയോ പകുതിക്ക്? അതെയാ? ആദ്യത്തേക്ക് എവിടെയാ തെറ്റ് പറ്റിയെന്നൊന്ന് നോക്കേ. ആദ്യത്തിന്റെ അതേ ആൻസർ ആർക്കും കിട്ടിയിട്ടുണ്ടോ? സ്നേഹക്കോ ആർക്കും കിട്ടിയിട്ടുണ്ടോ? 8 കിട്ടിയില്ലേ? ഓക്കെ. സ്നേഹക്ക് 8 കിട്ടിയില്ലേ? ഓക്കെ. ബാക്കി ആർക്കെങ്കിലും 8 കിട്ടിയിട്ടുണ്ടോ ആൻസർ? ഈ ക്ലാസ്സിൽ ആകെ ഇത്ര കുട്ടികൾ മാത്രമേ ഉള്ളൂ, 5-6 കുട്ടികൾ മാത്രമേ ഉള്ളൂ. ബാക്കി ആർക്കും വേണ്ടിയിട്ടല്ലേ ഈ ക്ലാസ് എടുക്കുന്നത്? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞൂടെ? വേറെ ഒന്നും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ലല്ലോ. ജസ്റ്റ് ഒരു കമന്റ് ബോക്സിന്റെ അകത്ത് എത്ര ആൻസർ എന്നുള്ള കാര്യം ചോദിക്കുന്നല്ലേ ഉള്ളൂ. അതൊന്നും പറഞ്ഞൂടെ നിങ്ങൾക്ക്? എന്തിനാ ഇങ്ങനെ പറയാണ്ടിരിക്കുന്നേ? ക്ലാസ്സിൽ റെസ്പോണ്ട് ചെയ്യുന്നതും കൂട്ടിയിട്ടാണ് നിങ്ങളെ ആ ഒരു അസൈൻമെന്റിന്റെ മാർക്കിലേക്ക് അത് ഇൻവോൾവ് ചെയ്യുമെന്ന് ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരും ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാണ്ട് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ നിങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് വാരിക്കൂരി തരാൻ പറ്റുക? നിങ്ങൾ എന്തെങ്കിലും എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് മാർക്ക് തരാൻ പറ്റൂ. കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്താട്ടെ എത്ര ആൻസർ കിട്ടുന്നതിന്റെ കാര്യം. വിഷ്ണുവിന് കിട്ടിയിട്ടില്ലേ? നോക്കാം നമുക്ക്. ആർക്കൊക്കെ ആടോ കിട്ടിയത്? കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞോ? നിങ്ങളെ ആരും ഒന്നും ചെയ്യൊന്നുമില്ലല്ലോ. എല്ലാ കുട്ടിക്കും ഒരേ സമയം സെയിം ആയിട്ട് കിട്ടണമെന്നൊന്നുമില്ല. ആൻസർ എല്ലാവർക്കും കിട്ടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പഠിക്കാൻ വരണോ നിങ്ങള്? കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയാ, നിങ്ങൾക്ക് എത്രയാക്കി കിട്ടി എത്രയാക്കി കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാവും. ഓക്കെ. കിട്ടാത്ത കുട്ടികൾ ശ്രദ്ധിക്ക്. കിട്ടിയ കുട്ടികൾ ഒന്ന് ശ്രദ്ധിക്കുക. അവർക്ക് ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയെന്ന് വെച്ചിട്ട് എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടണം എന്നില്ല. അപ്പൊ വഴി നന്നായിട്ട് മനസ്സിലാക്കുക. നമുക്ക് പോൾ ഓഫ് ഓർഡർ 2 കിട്ടിയ കാര്യം എല്ലാവർക്കും മനസ്സിലായി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു ഇക്വേഷൻ അങ്ങനെ എടുത്ത് എഴുതി. റെസിഡ്യൂ അറ്റ് z is equal to 1, f of z is equal to limit z tends to 1 by m minus 1 factorial d raised to m minus 1 divided by d z raised to m minus 1 z minus z not whole raised to m into f of z. ഇവിടെ z നോട്ട് എന്ന് പറയുന്നത് 1 ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ 1 ഡയറക്റ്റ് ആയിട്ട് എഴുതി കൊടുത്തത്. അപ്പൊ ലിമിറ്റ് z tends to 1 എത്രയായിരുന്നു നമ്മുടെ എം കിട്ടിയത്? 2. അപ്പൊ ഞാൻ അവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 2 മൈനസ് 1 ഫാക്ടോറിയൽ. പിന്നെയോ ഡി റേസ് ടു, ഇവിടെ എമ്മിന് പകരം 2 കൊടുത്തു. 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ ഡി സെഡ് റേസ് ടു, ഇവിടെയും ഒരു എം ഉണ്ടായിരുന്നു, അവിടെയും ഞാൻ 2 കൊടുത്തു. ഇങ്ങനെ എഴുതി. പിന്നെയോ സെഡ് മൈനസ് സെഡ് നോട്ടിന് പകരം 1 കൊടുത്തു. അവിടുത്തെ എം എന്ന് പറഞ്ഞ 2 ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് 2 കൊടുത്തു. ബാക്കി നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓ സെഡ് അങ്ങനെ എഴുതി കൊടുത്തു. അപ്പൊ ഇങ്ങനെ നമ്മൾ എഴുതുമ്പം ഇവിടെ ഒരു z-1 ഹോൾ സ്ക്വയർ വരും, ഇവിടെ ഒരു z-1 ഹോൾ സ്ക്വയർ വരും. അതിന് രണ്ടിനെയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമ്മള് ഈ ഒരു നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ഡെറിവേറ്റീവാ കണ്ടുപിടിക്കേണ്ടത്. കാരണം 2-1 എന്ന് പറയുന്നത് 1 ആണ്, ഇവിടെയും 2-1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പം അതെന്താവും? ഡി ബൈ ഡി സെഡ് ഓഫ്, ഇവിടെ രണ്ട് ടേംസും ക്യാൻസൽ ചെയ്ത് പോയതുകൊണ്ട് ബാക്കിയുള്ള ടേം ആയിട്ട് 15z ഡിവൈഡഡ് ബൈ z+4 എന്ന് വരും. ബാക്കി ഇവിടെ എന്ത് വരും? 2-1 എന്ന് പറയുന്നത് 1 ആണ്. അപ്പം 1/1 ഫാക്ടോറിയൽ വരും. നമ്മുടെ ആ ഒരു ലിമിറ്റ് z ടെൻസ് ടു 1 തന്നെ മാപ്പ് ചെയ്യും. ഇനി എന്താ കാണേണ്ടത്? ഇത് മുകളിലും സെഡിന്റെ ടേംസ് വരുന്നുണ്ട്, താഴെയും സെഡിന്റെ ടേംസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് അതിനാ ഡിവിഷൻ റൂൾ വെച്ചിട്ട് ഒന്ന് നമ്മൾ ഡെറിവേറ്റീവ് കാണുക. ഡെറിവേറ്റീവിന്റെ ഡിവിഷൻ റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അല്ലെ, ഇവിടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് z+4 ആണ്. അപ്പോൾ z+4 നമ്മൾ ആദ്യം എഴുതി. പിന്നെ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ 15z വിത്ത് റെസ്പെക്ട് ടു z വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു 15 മാത്രമേ വരൂ. മൈനസ് പിന്നെയോ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ അവിടെ എഴുതും. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? z+4 ആണ്. അപ്പോൾ z+4ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് സെറ്റിനെ മാത്രം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ അത് 1 ആയിട്ട് കിട്ടും. താഴെ ഡിനോമിനേറ്ററിന്റെ പവർ 2 ആയിട്ടും വരും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെയാണോ സെറ്റ് കാണുന്നത് അവിടെയെല്ലാം നമ്മൾ 1 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 1+4 എന്ന് പറയുന്നത് 5 ആയിട്ട് മാറും. ഈ 15 അങ്ങനെ തന്നെ ഇവിടെ ഉണ്ടാകും. പിന്നെയോ ഇവിടെ 1 കൊടുക്കുമ്പോൾ 50 അങ്ങനെ തന്നെ വരും ഇവിടെ.
താഴെ ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ 1+4 എന്ന് പറയുന്നത് 5² ആയിട്ട് മാറും. അപ്പോൾ 5 × 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 ആണ് നമുക്കറിയാം. -50 ഡിവൈഡഡ് ബൈ 5², അതായത് 25. ഇത് എത്ര വരുന്നത്? 250 - 50 എന്ന് പറയുന്നത് 200 വരും. 200 ഡിവൈഡഡ് ബൈ 25 എന്ന് പറയുന്നത് 8 കിട്ടും. ഇത്രയേ ഉള്ളൂ സംഭവം. ക്ലിയർ ആയിനോ ഇപ്പം? ഏതെങ്കിലും സ്റ്റെപ്പിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? കിട്ടാത്ത കുട്ടികൾ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിയാട്ടെ. എവിടെയെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ടോ? എന്നിട്ട് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്രോബ്ലം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കിട്ടി ചെയ്ത് കഴിഞ്ഞവരെല്ലാവരും ഒന്ന് ക്ലിയർ ആയി എന്ന് പറയും. ആബ്സെന്റീസ് ആരും ഇല്ലല്ലോ? നേരത്തെ അറ്റൻഡൻസ് വിളിച്ച സമയത്ത് ആബ്സെന്റീസ് ആരെയും കണ്ടിട്ടില്ല. ഒന്ന് വായിച്ചു നോക്കട്ടോ, എവിടെയെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ടോ നോക്കുക. അപ്പം ഇങ്ങനെ നമുക്ക് ഹയർ ഓർഡർ വരുന്ന കേസിൽ ഇപ്പം ജസ്റ്റ് ഓർഡർ 2 ആയത് കൊണ്ടാണ് ഒറ്റ ഡെറിവേറ്റീവ് മാത്രം എടുക്കേണ്ട വന്നത്. ഇനിയിപ്പം സപ്പോസ് അടുത്ത ഒരു പ്രോബ്ലത്തിന്റെ അകത്ത് ഓർഡർ 3 വരുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 പ്രാവശ്യം ഡെറിവേറ്റീവ് ഇവിടെ കാണേണ്ടി വരും. കാരണം 3 - 1 പറഞ്ഞ 2 ആണ്. അപ്പം ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല. അടുത്ത ഈ ഒരു ടേമിനെ വീണ്ടും ഡെറിവേറ്റീവ് കാണേണ്ടി വരും. എന്തായാലും ആ ഒരു വഴി എങ്ങനെയാന്ന് വന്നതിന്റെ കാര്യം വൃത്തിക്കൊന്ന് മനസ്സിലാക്കി വെക്കുക. എവിടെയെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. എല്ലാവർക്കും ക്ലിയർ ആയിട്ടില്ലേ? ഒന്ന് വായിച്ചു നോക്കേ. ഇന്നെടുത്ത ക്ലാസ് കംപ്ലീറ്റ് ഒന്ന് നോക്ക്. നിങ്ങളെ കയ്യിൽ അതിന്റെ നോട്ടില്ലേ? ഇപ്പൊ എന്തായാലും കുറെ പ്രോബ്ലം ചെയ്തതിൽ എവിടെയല്ലാന്ന് ആർക്കെല്ലാം തെറ്റ് വരുന്നതിന്റെ കാര്യം ഒന്ന് നോക്കിയിട്ട് പറയും. ഓക്കെ ആണോ? ഇതെല്ലാം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണേ. നിങ്ങൾ ആ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു പ്രോബ്ലംസ് എല്ലാം വെച്ചിട്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ ആ മോഡ്യൂൾസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ ചെയ്യേണ്ട കാര്യം ഒന്ന് അറിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നല്ലോണം എറർ വരാനും സാധ്യതയുണ്ട്. നമ്മൾ മര്യാദയ്ക്ക് അതിനൊന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ട് എറർ വരാനും സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ എല്ലാവരും? അടുത്തൊരു പ്രോബ്ലം നോക്കണം. സമയം ഉണ്ടാകൂ. അടുത്ത പ്രോബ്ലം അല്ല, അടുത്തൊരു തിയറമാണ് പറയുന്നത്. അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പകുതിക്ക് ഇടേണ്ടി വരും. ഇന്നത്തെ ഈ ഒരു മോഡ്യൂൾ എന്തൊക്കെയാ പഠിച്ചതിന്റെ കാര്യം ഒന്ന് റീകോൾ ചെയ്യണേ. പിന്നെ നിങ്ങളെ സീരീസ് എക്സാമിന് ഞാൻ പറഞ്ഞു പഠിപ്പിച്ച സെയിം മെത്തേഡ് തന്നെ അതിൽ ഫങ്ഷൻസുകൾ മാറ്റിയിട്ടെല്ലാം ഇട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു 1.5 മണിക്കൂർ കൊണ്ട് മാക്സിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എവിടെയെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ, ആ പഠിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ക്ലിയർ ചെയ്യാം. ഇനി ആകെ എത്ര ദിവസമേ ഉള്ളൂ നിങ്ങളെ സീരീസ് എക്സാമിന്. എന്തായാലും പഠിപ്പിച്ചതല്ലാത്ത ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടില്ല. പഠിപ്പിച്ച എല്ലാ മെത്തേഡിലും ഇങ്ങനെ മെത്തേഡിനകത്ത് ഫങ്ഷൻസുകൾ മാറ്റിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമാണ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളത്. ഓക്കെ അല്ലേ എല്ലാവരും? ഇന്നത്തെ ക്ലാസ് ആയിരിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടില്ലേ എല്ലാവർക്കും?
ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.